രാത്രി നമുക്ക് ധ്യാനിപ്പാനായിട്ടുള്ളത് 18-ാം അധ്യായം. നമുക്ക് അധ്യായം 1 വായിക്കാം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമത്യം സകല ജാതികൾ കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യ സംഘം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്തെ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാനാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടി കൊടുപ്പീൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്നവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായവിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോടുകൂടെ വേശ്യാസംഘം ചെയ്ത് പൊളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നും കൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് ഇതിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രക്തം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിഞ്ചോപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ളവ, സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലുകൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂര, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേര്യമാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്കൾ ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞും ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. സ്വാദും ശോഭയും ഇല്ലാതെ ഇത് ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ ഇനി അവളെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള ഭീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന്, അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർമ്മവും കണിഞ്ചൂപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്തൊരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഏതു മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവരും, കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ടു. മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് വിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് ദഹിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലിയതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ നഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂതുകർ, കാഹളക്കാർ എന്നിങ്ങനെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയില് 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു ബാബിലോൺ പട്ടണത്തെ കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അനേക ദൈവമക്കളും ഈ 17-ഉം 18-ഉം അധ്യായങ്ങൾ ഒരേ വിഷയമാണ് പറയുന്നതെന്ന് ധരിക്കാറുണ്ട്. നമ്മളിത് വായിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. 17-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 18-ാം അധ്യായം എന്ന് ധരിക്കുന്നുണ്ട്. എന്നാൽ ആ 18-ാം അധ്യായത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തിയാൽ 17-ാം അധ്യായവും 18-ാം അധ്യായവും രണ്ട് വിഷയങ്ങളാണ് ദൈവം പറയുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അതിന്റെ ചില തെളിവുകൾ ഞാൻ പറയാം. ഒരു 6 തെളിവ് പറയാം. 1-ാം വാക്യത്തില്, അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അനന്തരം, ഗ്രീക്കിൽ മെറ്റാറ്റൗട്ട, ആഫ്റ്റർ ദീസ് തിങ്സ്. 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ സംഭവിച്ച ശേഷം, 17-ാം അധ്യായമല്ല, 17-ാം അധ്യായത്തിന്റെ സംഭവങ്ങൾ നടന്ന ശേഷം 18-ാം അധ്യായത്തിലെ വിഷയം ദൈവം അവതരിപ്പിക്കുകയാണ്. 17-ാം അധ്യായത്തില് മതപരമായ ബാബിലോണിന്റെ കാര്യങ്ങൾ പറയുകയും, മർമ്മം മഹതിയാം ബാബിലോൺ ലോകമതങ്ങളെല്ലാം ഒന്നിച്ച് റോമിന്റെ കീഴിൽ കടന്നു വന്ന് അന്തിമ കാലഘട്ടത്തിൽ രാഷ്ട്രീയവും മതവും കൂടെ ഒന്നിച്ചു ചേർന്ന് ലോകത്തെ ഭരിക്കുന്ന, നയിക്കുന്ന ചിത്രം 17-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി. മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന വേശ്യ 10 തലയും 7 കൊമ്പും തലയിൽ
ദൂഷണമുള്ള മൃഗത്തിന്റെ മേൽ അവൾ യാത്ര ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ മൃഗം അവളെ ചുമക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൾ മൃഗത്തെ നിയന്ത്രിക്കുന്നു. മതവും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചു ചേർന്ന് കാലത്തിന്റെ അന്ത്യത്തിൽ ജാതികളുടെ ഭരണത്തിന്റെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. എന്നാൽ ഈ മർമ്മമഹതിയാം ബാബിലോണെ നശിപ്പിച്ച ശേഷം പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ് 18-ാമത്തെ അധ്യായത്തിലെ വിഷയം. രണ്ടാമത് നമ്മൾ നോക്കിയാൽ ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മർമ്മമഹതിയാം ബാബിലോൺ എന്നാണ്. അതായത് മതപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാബിലോൺ പട്ടണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പട്ടണത്തിന്റെ നാശം, ഒരു ദേശത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു നാശത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മർമ്മമഹതിയാം ബാബിലോൺ മതസംഹിതയെ, അന്ത്യകാലത്തിലെ ഒന്നായിത്തീരുന്ന മതത്തെ നശിപ്പിച്ച് കൊല്ലുന്നത് 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കിയേ. 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം: നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിച്ചു കളയുകയും ചെയ്യും. അവസാനം മതങ്ങളെല്ലാം ഒന്നിച്ച് വലിയ സമ്പത്തുള്ള റോമൻ സഭയുടെ കീഴിൽ അണിനിരന്ന് ലോകമനുഷ്യനെ അവളുടെ മദ്യം കൊണ്ട് മയക്കി, നമ്മൾ ആ 17-ാം അധ്യായത്തിൽ ചിന്തിക്കുകയുണ്ടായി. അവളോട് ഇടപെടുന്നവർക്ക് ഒരു മത്തുണ്ട്. ആ മത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു പോരാതിരിക്കുകയാണ്. ഒരാകർഷകത്വമുണ്ട്. പൊന്നും മുത്തും രക്തവും ഒക്കെ അളിഞ്ഞവൾ ഇരിക്കുകയാണ്. വലിയ ധനമുള്ള ഒരു സഭ. റോമൻ സഭയുടെ ധനത്തെക്കുറിച്ചൊക്കെ അല്പമായി നമ്മൾ ഓർക്കുകയുണ്ടായി. വലിയ ധനികരായ ഈ മതത്തെ അന്തിക്രിസ്തു എന്ത് ചെയ്യും? അവരുടെ ധനങ്ങൾ മുഴുവൻ അപഹരിച്ചെടുക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്നത്തെ റോമൻ കാത്തോലിക്ക സഭ തന്നെ, ആ സഭയുടെ സ്വത്തുക്കളും അതുപോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒരു രാഷ്ട്രീയ നേതാവ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ മതത്തോടുള്ള ബന്ധത്തിൽ പിന്നെന്താണ് ആകർഷകമായിട്ടുള്ളത്? ഒന്നുമില്ല, യാതൊന്നും ആകർഷകമായിട്ടില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അന്തിക്രിസ്തു അവളെ നശിപ്പിച്ചു കളയും. അന്തിക്രിസ്തുവിന് ഭരണമേൽക്കുവാൻ, ലോകത്തിലൊരു അധിപനായി മാറുവാൻ സഹായിച്ച ഈ മതസംഹിതയെ പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് അന്തിക്രിസ്തു നശിപ്പിച്ചു കളയും. അവളുടെ പൊന്നും രക്തവും മുത്തുമൊക്കെ അവൾ കവർന്നെടുക്കും. അവളെ നഗ്നമാക്കി കളയും. അവളെ വൈകൃതമാക്കി അവളുടെ സ്വത്തുക്കളും അവളെ ആകർഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അന്തിക്രിസ്തു കരസ്ഥമാക്കുന്നതായിട്ട് വായിക്കുന്നു. അപ്പോൾ അന്തിക്രിസ്തുവാണ് അവളെ നശിപ്പിക്കുന്നത്. 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ 10-ാം വാക്യം നോക്കിയാട്ടെ: അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് തന്നെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ദൈവമാണ് ആ പട്ടണത്തെ ന്യായം വിധിക്കുന്നത്. ദൈവം ആ പട്ടണത്തെ ന്യായം വിധിക്കുന്നു. 20-ാം വാക്യത്തിന്റെ അവസാനത്തിലും ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. അവളുടെ നാശം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് പുറകെ ചിന്തിക്കാം. എന്നാൽ ദൈവമാണ് അവളെ ന്യായം വിധിക്കുന്നത്. എന്നാൽ 17-ാം അധ്യായത്തിലെ മർമ്മമഹതിയാം ബാബിലോണെ നശിപ്പിക്കുന്നത് അന്തിക്രിസ്തുവും അവന്റെ സൈന്യങ്ങളുമാണ്. നാലാമതായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നോക്കുക. ന്യായവിധി രാജാക്കന്മാർ നടത്തുന്നു. 18-ാം അധ്യായത്തിൽ ദൈവം നടത്തുന്നതായിട്ട് 20-ാം വാക്യത്തിൽ. 17-ാം അധ്യായത്തിലെ വിഷയം ആത്മിക വ്യഭിചാരമാണെങ്കിൽ 18-ാം അധ്യായത്തിന്റെ വിഷയം വ്യാപാരമാണ്. ഒരു പട്ടണത്തോട് വ്യാപാരം ചെയ്ത് വലിയ സമ്പത്ത് കരസ്ഥമാക്കുന്ന ഒരു പട്ടണത്തെക്കുറിച്ച് പറയുന്നു. ആ പട്ടണം ബാബിലോൺ പട്ടണമാണ്. അവസാനമായിട്ട് 17-ാം അധ്യായം ആഗോളമായി ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. ഭൂമിയിലുള്ള സകല മനുഷ്യരോടും രാജാക്കന്മാരോടും രാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്ത് മച്ചരാക്കിയ ഒരു മതസംഹിതയാണ് 17-ാം അധ്യായമെങ്കിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ ഒരു രാജ്യത്തിലെ ഒരു പട്ടണമായിട്ട് ആ പട്ടണത്തോടുള്ള ബന്ധത്തിലാണ് 17-ാം അധ്യായത്തിന്റെ വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അനന്തരം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ 17-ാം അധ്യായത്തിന്റെ നാശം കഴിഞ്ഞ ശേഷം ഈ പട്ടണത്തിന് വരുന്ന നാശത്തെക്കുറിച്ച് ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ രണ്ടും ഒന്നല്ലേ. ഒന്ന് റിലീജിയസ് അല്ലെങ്കിൽ മതപരമായതും 18-ാം അധ്യായത്തിലെ വ്യാപാര സംബന്ധമായിട്ടുള്ള വലിയ പാപത്തോടുള്ള ബന്ധത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അനേക നൂറ്റാണ്ടുകളായി ബാബിലോൺ പട്ടണം നിന്നിരുന്ന സ്ഥലം ശൂന്യമായി കിടക്കുകയായിരുന്നു. അവിടെ ആളുകളൊക്കെ പാർക്കുന്നുണ്ടെങ്കിലും ഈ ബാബിലോൺ പട്ടണം നിന്നിരുന്ന സ്ഥലം ഇറാഖിൽ കുടികൊള്ളുന്ന ഒരു പ്രതലമാണ്. ഇന്ന് രാഷ്ട്രീയമായി ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ അധ്യായവും തുടർന്ന് ഇതോട് ബന്ധപ്പെട്ടതും പഠിക്കുന്ന വേദവിദ്യാർത്ഥികൾക്ക് വളരെ വാസ്തവത്തിൽ ആകർഷകവും വളരെ ചിന്തിപ്പാൻ വക നൽകുന്നതുമായ ഒരു വിഷയമാണ്. മാത്രമല്ല ബൈബിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാബിലോൺ എന്ന പട്ടണത്തെക്കുറിച്ച് അധികം പരാമർശം കാണുന്നു. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ ഏറിയ പങ്കും, പഴയ നിയമത്തിൽ ഏതാണ്ട് 12 പുസ്തകങ്ങളിലും, പുതിയ നിയമത്തിൽ ഏതാണ്ട് 4 പുസ്തകങ്ങളിലും ബാബിലോൺ എന്ന പട്ടണത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കും. അധ്യായങ്ങൾ തന്നെ
യെശയ്യാവും ജെരമ്യാവും മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്രമാത്രം വിശദമായി പഴയ നിയമത്തിൽ തന്നെ 12 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ 4 അധ്യായങ്ങളിൽ പരാമർശവും വെളിപാട് പുസ്തകത്തിൽ ഈ 18-ാം അധ്യായം മുഴുവനും ബാബിലോൺ എന്ന പട്ടണത്തെക്കുറിച്ച് ദൈവം ഇത്രത്തോളം വിശദമായ ആ കാര്യങ്ങളെ പറഞ്ഞു തരുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണങ്ങളില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പട്ടണത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ അതിന്റെ അവസാനം, സമാപ്തി കുറിച്ചിരിക്കുന്നത് ഈ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് ജാതികളുടെ കാലത്തിന്റെ അന്ത്യത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു നവോത്ഥാനം പ്രാപിച്ചു വരുന്ന ബാബിലോൺ പട്ടണത്തിന്റെ നാശമാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സാദം ഹുസൈനെ അവിടെ മാറ്റിയിട്ട് അത്ഭുതകരമായി അവിടെ ഒരു ജനാധിപത്യ ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടി അമേരിക്ക മുതലായ രാഷ്ട്രങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ച് ഇന്ന് ഇറാഖിന്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അധ്യായങ്ങളുടെ പ്രാധാന്യത അതോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ 4 അധ്യായം ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. യെശയ്യാവ് 13-14, ജെരമ്യാവ് 50-51. യെശയ്യാവ് 13-14, ജെരമ്യാവ് 50-51. പഴയ നിയമത്തിൽ 4 അധ്യായങ്ങൾ തന്നെ ഈ പട്ടണത്തെക്കുറിച്ചുള്ള വർണ്ണനയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പട്ടണത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്കൊരല്പം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഈ പട്ടണം ആരാണ് സ്ഥാപിച്ചതെന്ന് നമ്മളൊന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ പട്ടണത്തിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം എടുത്താട്ടെ, 8 തൊട്ട് 10 വരെയുള്ള വാക്യം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ. അപ്പോൾ ബാബേൽ രാജ്യത്തിന് ആരംഭം കുറിച്ചത്, ശീനാർ എന്ന സമഭൂമി ബാബേലിന് ആരംഭം കുറിച്ചത് നിമ്രോദാണ്. ബൈബിളിൽ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് നിമ്രോദിന്റെ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. 11-ാം വാക്യത്തില് ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു, നിനവേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നോഹയുടെ പുത്രനായ ശേമിന്റെ പുത്രനാണ് അശൂർ എന്ന് 22-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അതിൽ 22-ാം വാക്യം നോക്കി, ശേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ. ശേമിന്റെ പുത്രനായ അശൂരാണ് നമ്മളിവിടെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത് നിനവേ പണിതു എന്ന് വായിക്കുന്നു. അസറിയ എന്ന സാമ്രാജ്യത്തിന്റെ സ്ഥാനമായിരുന്നു നിനവ. ആ നിനവെ പട്ടണമാണ് യോനാ പ്രവാചകൻ പ്രസംഗിക്കാൻ കടന്നുപോയ പട്ടണം. ഈ നിനവെ പട്ടണം ബാബിലോണിലാണ്. ആ നിനവെ പട്ടണം അശൂർ സാമ്രാജ്യമാണ്. പിന്നീട് ബാബിലോൺ സാമ്രാജ്യവുമായിട്ട് അശൂർ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യത്തിലോട്ട് ലയിച്ചു ചേർന്നു. പ്രവചന പഠനത്തിൽ ശ്രദ്ധിച്ചാൽ അന്തിക്രിസ്തുവിനെ പോലും അസ്രിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അസ്രിയൻ, അതായത് അശൂർ രാജാവ് എന്ന് അന്തിക്രിസ്തുവിന് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചെങ്കിലേ, വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചെങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാബിലോൺ പട്ടണം, ഈ നിമ്രോദ് ആരംഭിച്ച ബാബിലോൺ പട്ടണം അതിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ ചരിത്രത്തിൽ വന്ന് രേഖപ്പെടുത്തിയ പോലെ, വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ തങ്കം കൊണ്ടുള്ള തലയും മൃഗങ്ങളിൽ സിംഹത്താൽ പ്രതിനിധീകരിക്കപ്പെട്ട ബാബിലോൺ സാമ്രാജ്യമാണ്. BC 606 തുടങ്ങി BC 538 വരെ 68 വർഷം ലോകത്തിലെ ഏറ്റവും പ്രതാപത്തിൽ നിന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം, നെബൂഖദ്നേസർ സ്ഥാപിച്ച സാമ്രാജ്യം. അത്രത്തോളം പ്രതാപത്തിൽ ലോകമുള്ള പട്ടണങ്ങളിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം ആ കാലത്തോളം ബന്ധത്തിൽ അത് പഠിക്കുമ്പോൾ അത് ശ്രദ്ധേയമായിട്ടിരിക്കുന്നു. ഈ ബാബിലോൺ പട്ടണത്തെക്കുറിച്ച് അധികം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് വായിക്കാനായിട്ട് സാധിക്കും. ബാബിലോൺ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ബാബിലോൺ പട്ടണം നെബൂഖദ്നേസർ പണിതിരുന്നത് സമചതുരത്തിലാണ്. ഒരു വശം 15 മൈല്, മറ്റേ വശം 15 മൈല്, അങ്ങനെ 60 മൈൽ ചുറ്റളവിൽ 15 മൈൽ ഓരോ വശവുമുള്ള ഒരു സമചതുരമായി കിടക്കുന്ന പട്ടണമായിരുന്നു ബാബിലോൺ പട്ടണം, നെബൂഖദ്നേസർ പണിതെടുത്ത പട്ടണം. ഈ പട്ടണത്തിലെ വളരെ ഖനം കൂടിയ ഭിത്തിയാണ് അതിന് കാവൽ നിന്ന അതിന്റെ കോട്ട. 87 അടിയെങ്കിലും ഖനമുണ്ടായിരുന്നു എന്ന് പറയും. 6 രഥങ്ങൾക്ക് ഒന്നിച്ച് അതിന്റെ മുകളിൽ കൂടെ രഥങ്ങൾ ഓടിക്കാമായിരുന്നു. 6 രഥങ്ങൾ. 87 അടി ഖനമുള്ള ബാബിലോൺ കോട്ടയ്ക്ക് 100 തൊട്ട് 350 അടി വരെ ചരിത്രത്തിൽ അതിന് കളരമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ച എത്രയാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ അതിലേതാണ്ട് 250 ഗോപുരങ്ങൾ, കാവൽ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ വീതി 87 അടിയായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാം ഇതിന്റെ വലിപ്പവും അതിന്റെ ഗാംഭീര്യവും ഒക്കെ. കൂടാതെ ഈ പട്ടണത്തിന്റെ അകത്തെ 60 മൈൽ ചുറ്റമുള്ള പട്ടണത്തെ ഏതാണ്ട് 150 അടി വീതിയുള്ള 25 രാജപാതകൾ കൃത്യമായിട്ട് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പട്ടണത്തിൽ ഏതാണ്ട് 676 വലിയ സ്ക്വയറുകൾ, 3-5 മൈലുള്ള സ്ക്വയറുകൾ ആയി തീർന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടണം ഇങ്ങോട്ട് പോയാലും കൃത്യമായി അളന്നെടുത്ത വീതികൾ.
അതിന്റെ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലോട്ട് യൂഫ്രട്ടസ് നദി ഒഴുകിയിരുന്നു. അവിടം താമ്ര കതകുകൾ കൊണ്ട് അടച്ചു വെച്ചിരുന്നു. ഈ നദിയിൽ നിന്ന് അക്കരയ്ക്ക് പാലമുള്ളത് അവർക്ക് പൊക്കിയെടുത്ത് വെക്കാമായിരുന്നു. ഇതിന്റെ അകത്ത് മറ്റൊരു മതിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ ഒരു പട്ടണം. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മറ്റും സൂക്ഷിച്ചു വെക്കാവുന്ന വളരെ സുരക്ഷിതമായ പട്ടണത്തിൽ 2 പാലസ്, പ്രസിദ്ധമായ ടവർ ഓഫ് ബാലിനെ ആരാധിക്കുന്ന ഇത് മാത്രമല്ല, ഇതിനകത്ത് ഹാങ്ങിങ് ഗാർഡൻ, നെബൂഖദ്നേസറിന്റെ ഭാര്യയായിരുന്ന മേദ്യ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു വന്നപ്പോൾ അവളെ പ്രീതിപ്പെടുത്തുവാൻ വനം പോലെ കാണപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ മൗണ്ടൻ ഉണ്ടാക്കി. ആ മൗണ്ടനിൽ മരങ്ങൾ വളർത്തിയെടുത്തതാണ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. അതൊക്കെ വലിയ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വർക്കുകൾ. ഈ പട്ടണത്തിൽ ആ കാലത്ത് 10 ലക്ഷം ആളുകൾ പാർത്തിരുന്നു. 10 ലക്ഷം ആളുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ പ്രസിദ്ധമായ ഈ പട്ടണത്തെ കുറിച്ച് യെശയ്യാവ് 13 പറഞ്ഞിരിക്കുന്നതെന്ന് വായിക്കാം. യെശയ്യാവ് 13:19 വാക്യം നോക്കുകയും ഈ പട്ടണത്തിന് പേര് പറഞ്ഞ നോക്കിയേ, ഈ ബാബിലോൺ പട്ടണത്തിന് 13 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോരയും പോലെ മറിച്ചു കളയുന്നത് പോലെ ആയിത്തീരും. ആ പട്ടണത്തെ കുറിച്ച് പറഞ്ഞ വാക്ക് നോക്കിയേ: രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസയും, ബാബേൽ ദ ഗ്ലോറി ഓഫ് കിങ്ഡം, ദ ബ്യൂട്ടി ഓഫ് ചൽദയൻസ് പ്രൈഡ്. രാജ്യങ്ങളുടെ ഗ്ലോറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ കണ്ട രാജ്യങ്ങളുടെ മഹത്വമുള്ള പട്ടണമായിരുന്നു ബാബിലോൺ. അതുകൊണ്ടാണ് ബാബിലോണെ കുറിച്ച് ചരിത്രന്മാർ ചികഞ്ഞു പരിശോധിച്ച് അതിനെക്കുറിച്ചുള്ള അധികം വർണ്ണന വന്നത്. ലോകത്തിൽ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡനും ഒക്കെ ഈ പട്ടണത്തിൽ നിലനിന്നു. നെബൂഖദ്നേസറാണ് അതിനെ ഏറ്റവും പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അങ്ങനെ പ്രതാപമായിരുന്ന ഈ പട്ടണം, നമ്മൾ ഓർത്തതുപോലെ ഇത്ര ഘനമുള്ള ഈ കോട്ടകൾ കൊണ്ട് ചുറ്റപ്പെട്ട് അതിന്റെ അകത്ത് വേറെ ഒരു കോട്ടയുണ്ട്. വലിയ കോട്ടയുടെ പുറകിൽ ചുറ്റും കിടങ്ങ് കുഴിച്ച് യൂഫ്രട്ടസിലെ വെള്ളം നിറച്ചിട്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ശത്രു ഇതിനകത്ത് കയറുന്ന പ്രശ്നമില്ല. വെള്ളം കൊണ്ട് നിറയപ്പെട്ട വലിയൊരു ചുറ്റപ്പെട്ട ഒരു തടാകം പോലെ ഈ പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഈ വലിയ മതില്, അതിന്റെ അകത്ത് ഒരു ചെറിയ മതില്. ആ പാലങ്ങളൊക്കെ പൊക്കിയെടുത്ത് മാറ്റി അല്ലെങ്കിൽ ഈ മതിലിനോട് ചേർത്ത് വെക്കുവാൻ ഉതകുന്ന വിധത്തിൽ പണിതിരുന്നു. യൂഫ്രട്ടസ് നദി ഒഴുകി അവിടെ മുഴുവൻ താമ്രം കൊണ്ടുള്ള വലിയ ഗേറ്റുകൾ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി ഒരു മനുഷ്യനും അതിനകത്ത് കയറുവാൻ വയ്യാതെ വണ്ണം അത്ര സുരക്ഷിതമായിരുന്ന ആ പട്ടണം നമ്മൾ വായിക്കുന്നു രാജ്യങ്ങളുടെ മഹത്വമായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചു, ഈ പട്ടണത്തെ ഞാൻ കോരശിന് കൊടുക്കും. ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിക്കുന്നതിന്, കോരശ് എന്ന് പറയുന്ന മെദ്രിന്റെയും പാർഷ്യയുടെയും ഭരണകർത്താവായ കോരശ് ജനിക്കുന്നതിന് ഏതാണ്ട് 174 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ആ രാജാവിനെ കുറിച്ച് പറഞ്ഞ് നമുക്കൊന്ന് വായിക്കാം. ഈ ബാബിലോൺ പിടിക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ജനിക്കുന്നതിന് 174 വർഷം മുമ്പ് ആ രാജാവിനെ പേർ ചൊല്ലി ദൈവം വിളിക്കുന്നതും പറയുന്നതും അവൻ ചെയ്യാൻ പോകുന്നതും എഴുതിയിരിക്കുന്നത് യെശയ്യാവ് 44:22 തൊട്ട് 28 വരെയുള്ള വാക്യം. 22 തൊട്ട് യെശയ്യാവ് 44:27-28 വായിച്ചാൽ മതി. 27-28. ഞാൻ ആഴിയോടെ ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. ചരിത്രം നമുക്കറിയാം. പിന്നീട് ആ വാക്യം ഒന്ന് നോക്കിയാട്ടെ. അടുത്ത വാക്യം: കോരശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമു പ്രവർത്തിക്കുമെന്ന്, യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന്റെ അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. കോരശ് ജനിച്ചിട്ടില്ല, കോരശന്റെ ഇടയനാണ്. അവൻ എന്റെ ആലയം, ബാബേൽ, ഈ സാമ്രാജ്യം അല്ലെങ്കിൽ നെബൂഖദ്നേസർ വന്ന് തീവച്ച് ചുട്ടുകളഞ്ഞ എന്റെ ദേവാലയം വീണ്ടും ഒരു രാജാവിനെ കൊണ്ട് ഞാൻ പണിയിക്കും. അവൻ ജനിക്കുന്നതിന് മുമ്പ് അവനെ പേർ ചൊല്ലി ദൈവം വിളിക്കുകയാണ്. 45 ആദ്യ ചില വാക്യങ്ങളൂടെ വായിക്കാം. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കഥകൾ അവന് തുറന്നു കിടക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകളയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിലെ ഗുപ്ത നിക്ഷേപങ്ങളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തം എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഈ കോരശ് ജനിക്കുന്നതിന് 174 വർഷം മുമ്പ് ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഓടാമ്പലുകളെ തുറന്നിടും, നദികളെ ഞാൻ വറ്റിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ബെൽസസറിന്റെ വിരുന്ന് നമ്മൾ വായിക്കുന്നു. കൽദയരുടെ സാമ്രാജ്യത്തിൽ ബെൽസസറിന്റെ
വിരുന്ന് നമ്മള് ദാനിയേലിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ ഒരു വാക്യം വേണേ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം ഒന്ന് വായിച്ചേ. അതെത്ര അത്ഭുതകരമായിട്ടാണ് ദൈവത്തിന്റെ പദ്ധതികൾ നടക്കുന്നെന്നുള്ളതിന്റെ ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നു. നമ്മുടെ ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5:31 മേദ്യനായ ദാരിവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. മേദ്യരും പേർഷ്യൻസും കൂടെ ഭരണമേൽക്കുമ്പോൾ ഇവിടെ രാജ്യത്വം ഏറ്റെടുക്കുന്ന ചരിത്രം പറയുമ്പോൾ നോക്കുക, അതിനു മുമ്പിലുള്ള ചരിത്രം നമുക്കറിയാം. ബെൽഷസ്സറിന്റെ വിരുന്നാണ്. വിരുന്ന് ഭയങ്കരമായി വിരുന്ന് മദ്യപിച്ച് അവർക്ക് കൂത്താടി ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞു പകർന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാം. ആ കാലത്തെ വീഞ്ഞും വിരുന്നും ഡാൻസുകളും നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്ന മൂർധന്യ അവസ്ഥയിലാണ് ദൈവത്തിന്റെ കരം മേനെ മേനെ തെക്കൽ ഉപാസീൻ എന്ന് എഴുതുന്നത്. ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. ആ സമയത്ത് കോറേശിന്റെ സൈന്യം യൂഫ്രട്ടസ് നദി അതിന്റെ ഡൈവേർഷൻ തെറ്റിച്ചു വിടുകയായിരുന്നു. മദ്യപാനം കൊണ്ട് മതിമറന്ന കാവൽക്കാര് അന്ന് ആ കഥകൾ പൂട്ടുവാൻ അവർ മറന്നുപോയി. സ്വർഗത്തിലെ ദൈവം 174 വർഷം മുമ്പ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്നിടും. ആ പടയാളികൾ ആ വാതിലടയ്ക്കുവാൻ മറന്നുപോയി. അറിയുന്നില്ല, ബെൽഷസ്സർ അറിയുന്നില്ല, നദി ഡൈവേർട്ട് ചെയ്യുകയാണ്. ആ നദി ഡൈവേർട്ട് ചെയ്തു. യൂഫ്രട്ടസിന്റെ ആ ജലനിരപ്പ് കുറഞ്ഞപ്പോൾ കോറേശിന്റെ സൈന്യം വെള്ളത്തിലൂടെ ആ പട്ടണത്തിനകത്തോട്ട് കയറാൻ തുടങ്ങി. പട്ടണത്തിനകത്ത് കയറി ആ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ സൈന്യം അവനെ ചെന്ന് കൊല്ലുകയാണ്. എന്തൊരു അത്ഭുതകരമായിട്ടാണ് ബാബേലിന്റെ സാമ്രാജ്യത്തെ മേദ്യരും പേർഷ്യരും കൂടെ പിടിച്ചെടുത്ത് ഭരണം ഏറ്റെടുക്കുമ്പോൾ ഈ പട്ടണം അവരുടെ കയ്യിൽ അമരുകയാണ്. അവിടെ നിന്ന് ചരിത്രം വീണ്ടും നമ്മൾ പഠിച്ചാൽ അലക്സാണ്ടർ ഈ സാമ്രാജ്യം പിടിച്ചെടുത്തു. BC 331 പിടിച്ചെടുത്തു. അലക്സാണ്ടർ പിടിച്ചെടുക്കുമ്പോൾ ഈ പട്ടണം നശിച്ചു കിടക്കുകയാണ്. അലക്സാണ്ടർ ആ പട്ടണത്തിലേക്ക് കയറുമ്പോൾ അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവർ വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. അലക്സാണ്ടർ യുദ്ധം ചെയ്യാതെ കടന്നു. അലക്സാണ്ടറിനോട് അനുകമ്പ കാണിച്ചതുകൊണ്ട്, ആനുകൂല്യം കാണിച്ചതുകൊണ്ട് അലക്സാണ്ടർ തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനം അവിടെ ആക്കുവാൻ തീരുമാനിച്ചു. പട്ടണം അവിടെ പണിയുവാനായിട്ട് താൻ തീരുമാനിച്ചു. 10,000 ജോലിക്കാരെ ഒരാഴ്ച പണിതതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പട്ടണത്തിന്റെ അടിസ്ഥാനങ്ങൾ വൃത്തിയാക്കി. എന്നാൽ പെട്ടെന്ന് താൻ മരിച്ചു പോകേണ്ടി വന്നു. അവിടെ നിന്ന് അലക്സാണ്ടറിന്റെ സൈന്യാധിപന്മാർ പരസ്പരം യുദ്ധം നടത്തി. വീണ്ടും ഈ പട്ടണം മറ്റ് പലരുടെയും കയ്യിൽ അമർന്നിട്ട് ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഏതാണ്ട് AD 60 വരുമ്പോൾ ക്രിസ്തീയ സഭകൾ സ്ഥാപിക്കപ്പെട്ട് ബാബിലോൺ എന്ന് പറയുന്ന ഈ പട്ടണത്തിലും ഒരു ക്രിസ്തീയ സഭയുണ്ടായിരുന്നുവെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം എടുത്ത് നോക്കി. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിലെ ചരിത്രം മുഴുവൻ നമ്മൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. ഏതാണ്ട് AD 60 വന്നപ്പോൾ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പത്രോസ് രേഖപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു. അപ്പൊ ബാബിലോണിൽ ഒരു സഭയുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ പത്രോസിന്റെ പ്രവർത്തനം മൂലം ഉണ്ടായ സഭയാണ്. ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ബാബിലോണിൽ ഒരു ദൈവസഭ AD 60 ഉണ്ടായിരുന്നു. മാത്രമല്ല 5-ാം നൂറ്റാണ്ടായപ്പോൾ വളരെ പ്രസിദ്ധമായി അറിയപ്പെട്ട ഒരു സാധനമുണ്ട്. ബാബിലോണിയൻ ടൽമുഡ്സ് എന്ന് പറയുന്ന ഈ യഹൂദന്മാരുടെ എഴുത്തുകൾ, ബാബിലോണിയൻ ടൽമുഡ്സ്. തിയോളജി പഠിക്കുന്ന എല്ലാ ബൈബിൾ സ്റ്റുഡൻസിനും അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് എഴുതപ്പെട്ടത് ബാബിലോണിലെ യഹൂദന്മാരായിരുന്നു. പ്രവാസികളായി കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ പാർത്തിരുന്ന യഹൂദന്മാരായിരുന്നു. അന്ന് 5-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 3 എബ്രായ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുതപ്പെട്ടതാണ് ബാബിലോണിയൻ ടൽമുഡ്സ് എന്ന് ചരിത്രം പറയുന്നു. എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അനേകര് ക്രിസ്ത്യ സമൂഹത്തിൽ തന്നെ ഒരു വലിയ സമൂഹം വിശ്വസിക്കുന്നത് ബാബിലോണെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കപ്പെട്ടു, ബാബിലോണെ കുറിച്ച് ഇനി യാതൊരു നിവൃത്തിയുമില്ല എന്ന് കരുതുന്നു. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം എടുക്കാം. ഈ പഠനത്തെക്കുറിച്ചുള്ള പഠനത്തോട് ബന്ധത്തിൽ യെശയ്യാ പ്രവചനം 13-ാം അധ്യായം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. അത് നിവർത്തിക്കപ്പെട്ടോ അതോ അംശനിവൃത്തിയായിരുന്നോ, അതിനൊരു പൂർണ്ണ നിവൃത്തി ഉണ്ടാകുമോ എന്നുള്ളത് വചനത്തിൽ നിന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവചനം. ബാബേലിനെ കുറിച്ച് പ്രവചിക്കുക. 20-ാം വാക്യം നോക്കി. 20-ാം വാക്യം, അതിൽ ഒരു നാളും കുടിപാർക്കയില്ല, തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരവിടെ കൂടാരം അടിക്കും, ഇടയന്മാർ അവിടെ ആടുകളെ കെടുത്തുകയുമില്ല. ഒരു മനുഷ്യനും അവിടെ പാർക്കയില്ല, യാതൊരു മനുഷ്യനും അവിടെ പാർക്കയില്ല. നമ്മൾ ഇതുവരെ പഠിച്ച ചരിത്രത്തിൽ ബാബിലോൺ പട്ടണം ആ വിധത്തിൽ നശിക്കപ്പെട്ടു പോയില്ല. AD 60 ഒരു ക്രിസ്തീയ സഭ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പത്രോസ് ലേഖനം വെളിപ്പെടുത്തുമ്പോൾ ആരും പാർക്കയില്ല എന്ന ദൈവജനം നിവർത്തിക്കപ്പെട്ടിട്ടില്ല. യെരമ്യാവ് 51:26 ആരെക്കുറിച്ചാ പറയുന്ന? 1-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു,
ഞാൻ ബാബേലിന്റെ നേരെയും എന്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. ബാബേലിനെ കുറിച്ച് പ്രവചിക്കുകയാണ്. അതിന്റെ 26 വാക്യം, നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും. അവർ നിത്യശൂന്യമാകും, ഒരു കല്ല് പോലും എടുക്കുകയില്ല. ഞാൻ ഈ പ്രവചനങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട്, ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ വന്ന പത്രങ്ങളിൽ, ആ പത്രങ്ങൾ ഞാൻ മുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്തും എന്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ വന്ന ഖലീജ് ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനു മുമ്പ് യെരമ്യാ 43 വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കാം. 51:43. അതിന്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ടനിലവും മരുഭൂമിയും ആരും അതിൽ പാർക്കാതെ ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കാതെ. 26 വാക്യത്തിൽ, അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാന ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കാതെ നിത്യശൂന്യമായി പോകും. 1987 ഫെബ്രുവരി മാസം 19 ഗൾഫിലെ ഖലീജ് ടൈംസിൽ വന്ന വാർത്ത. ആ വാർത്ത ഇങ്ങനെയാണ്: For hundreds of years, local people helped themselves to the bricks. Most of the houses in the nearby town of Hilla are made from the bricks taken from ancient site. As a result, Babylon has been reduced to little more than earth-covered mounds, and the famous Tower of Babel of the Bible was nothing but a hole in the ground. നെബൂഖദ്നേസറിന്റെ കാലത്ത് നന്നായി ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് ആ പട്ടണം പണിതരുന്നു. ഖലീജ് ടൈംസിൽ വന്ന പത്രത്തിൽ ഈ ബാബിലോണിന്റെ അടുക്കലുള്ള ഗ്രാമം, പട്ടണം ഹില്ല എന്ന് പറയുന്ന പട്ടണം, അത് മിക്കതും പണിതിരിക്കുന്നതും അവിടെയുള്ള വീടുകൾ മിക്കതും പണിതത് ബാബിലോൺ പട്ടണത്തിന്റെ സൈറ്റിൽ നിന്ന് എടുത്ത കല്ലുകളിൽ നിന്നാണ്. ബൈബിൾ പറഞ്ഞ എന്താണ്? നിന്നിൽ നിന്ന് ഒരു കല്ല് പോലും ആരും എടുക്കത്തില്ല. അപ്പോൾ കാര്യം തെളിയിക്കാനാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബാബിലോൺ പട്ടണം നശിപ്പിക്കപ്പെട്ടിരുന്നില്ലേ? ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞ് നിവർത്തിക്കപ്പെട്ടില്ല. മാത്രമല്ല, നിന്നിൽ ആരും കുടിപാർക്കില്ല എന്ന് പറഞ്ഞ് നിവർത്തിക്കപ്പെട്ടിട്ടില്ല. AD 60 അവിടെ ഒരു ദൈവസഭയുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിവർത്തിക്കപ്പെട്ടില്ല. ബാബിലോണോടുള്ള ബന്ധത്തിൽ ആംശ നിവൃത്തി സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇനിയും അതിന്റെ പൂർണ്ണ നിവൃത്തി വരുന്നത് എങ്ങനെയാണ്? നമ്മൾ വായിച്ച വെളിപാട് പുസ്തകം 18 അധ്യായത്തിൽ നമ്മളത് കാണുകയുണ്ടായി. എന്നാൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് അതിന്റെ പൂർണ്ണമായി നിവൃത്തി വരുന്നത്. യെരമ്യാവ് 51:63-64 വാക്യം, പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനെ ഒരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ, അതായത് യൂഫ്രട്ടസിന്റെ നടുവിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും. ഞാൻ അതിനെ വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല, അവർ ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടസ് നദിയിലോട്ട് എടുത്തെറിഞ്ഞ ആ വസ്തു താന്നുപോയതുപോലെ ഈ പട്ടണത്തെ ഞാൻ എറിഞ്ഞുകളയും, അതിനി പൊങ്ങി വരില്ല. യെശയ്യാവ് 13:19. നമുക്ക് ഈ 2 പ്രവാചകന്മാരുടെ പുസ്തകം മറിക്കാതെ കൈ വെച്ചേക്കാം. 19 ഇങ്ങനെ വായിക്കുന്നു: രാജ്യങ്ങളുടെ മഹത്വം കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ ദൈവം സോതോമിനെയും ഗോമോറയും പോലെ മറിച്ചു കളയുന്നത് പോലെ ആയിത്തീരും. സോതോം ഗോമോര നശിപ്പിക്കപ്പെടും. ഇനിയും വെളിപാട് പുസ്തകത്തിൽ വായിച്ച 18 അധ്യായത്തിൽ നമുക്ക് 1-2 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. വെളിപാട് പുസ്തകം 18 അധ്യായം 18 അധ്യായത്തിന്റെ 10 വാക്യം, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് ന്യായവിധി വന്നല്ലോ എന്ന് പറയും. 19 വാക്യം, അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിക്കും. 21 വാക്യം, പിന്നെ ശക്തിദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല. യെശയ്യാവും പറഞ്ഞു, ഫ്രാത്ത് നദിയിലോട്ട് എടുത്തെറിഞ്ഞ കല്ലുപോലെ താന്നുപോയതുപോലെ ഇവിടെയും വായിക്കുന്നു, ശക്തനായ ദൂരൻ തിരികല്ലോളം വലിയ കല്ലെടുത്തെറിഞ്ഞിട്ട് പട്ടണം നശിച്ചു പോകും. അപ്പം യെരമ്യാവ്, യെശയ്യാവ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം അന്തിമമായി യോഹന്നാൻ കൊടുത്ത വെളിപ്പാടിൽ അതെങ്ങനെ നശിപ്പിക്കപ്പെടും? പെട്ടെന്ന് സംഭവിക്കും, കൊണ്ട് നശിപ്പിക്കും. ബാബേലിന്റെ ചരിത്രം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചാൽ ആ അംശനിവൃത്തി അത് നശിച്ച പട്ടണമായി കിടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലെ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് പെട്ടെന്ന് നശിക്കുന്നത്? അത് തീ കൊണ്ട് നശിപ്പിക്കപ്പെടും, സോദോം ഗോമോറ നശിപ്പിക്കപ്പെട്ടതുപോലെ എന്ന് നമ്മൾ വായിച്ചു. 18-8 വാക്യം 8-9, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധയാൽ ഒരു ദിവസത്തിൽ തന്നെ വരും, അവളെ തീയിലിട്ട് കളയും. 18 വാക്യം, അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ചു പറയും. അപ്പൊ ദഹനത്തിന്റെ പുക കണ്ടു. നമ്മളിവിടെ വായിക്കുന്നു, തീ കൊണ്ട് ദഹിപ്പിച്ചു കളയും. യെരമ്യാ പ്രവചനം 50 അധ്യായത്തിന്റെ 40 വാക്യത്തിലും ദൈവം സോദോമും ഗോമോറയും അവിടെ അയൽപട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല. ബാബേലിനെ കുറിച്ച് പറയുകയാണ്. സോദോം ഗോമോറ നശിപ്പിച്ച എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അതിനെ നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, അതിന്റെ ദഹനത്തിന്റെ പുക അബ്രഹാം ദൂരെ നിന്ന് കാണുകയുണ്ടായി. ഇവിടെയും ഈ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ അതിന്റെ ദഹനത്തിന്റെ പുക ദൂരെ നിന്ന് കാണും. ആളുകൾ മാറത്തടിക്ക് 1 മണിക്കൂർ കൊണ്ട് തീ കൊണ്ട് ദഹിക്കപ്പെടും. അതിൽ നിന്ന് പിന്നെ ഒരു കല്ലെടുക്കുകയോ ഒരു മനുഷ്യനോട് പാർക്കുകയോ ചെയ്യത്തില്ല.
എന്നാണ് ഇത് സംഭവിക്കുന്നത്? അത് നമുക്ക് യെശയ്യാപ്രവചനം 13 അധ്യായം വായിച്ചാൽ മനസ്സിലാകും എന്ന് അത് സംഭവിക്കും. യെശയ്യാപ്രവചനം 13 അധ്യായത്തിന്റെ ബാബേലിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്. 9 വാക്യം നോക്കുക. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധമായിട്ടും അതികോപത്തോടും കൂടെ വരുന്നു. എത്ര വ്യക്തമാണ് യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. 13 വാക്യം, അങ്ങനെ ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ഭയങ്കരമായ ദിവസം, ദൈവത്തിന്റെ കോപ ദിവസം. ദൈവത്തിന്റെ കോപ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ദൈവസഭ മാറ്റപ്പെട്ട ശേഷം ചരിത്രത്തിൽ ദൈവം ഏർപ്പെടുന്ന കാലഘട്ടം. വെളിപാട് പുസ്തകം 16 അധ്യായത്തിൽ സൂചന കിട്ടുന്നുണ്ട്. വെളിപാട് പുസ്തകം 16 അധ്യായത്തിന്റെ 19 വാക്യം നോക്കുകയും 7ാമത്തെ ക്രോധകലശം ദൈവം ഒഴിക്കുകയാണ്. 17 വാക്യത്തിൽ 7ാമത്തവൻ തന്റെ ക്രോധകലശം ഒഴിച്ചു. 19 വാക്യം, മഹാനഗരം 3 നിമിഷമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ബാബിലോണെ പട്ടണത്തിന് ന്യായവിധി കൊടുക്കുവാൻ അവളെ ദൈവം ഓർക്കുന്നത് 7ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോഴാണ്. 7th ബൗൾ. നമ്മള് യെശയ്യാ 13:9 ചിന്തിക്കുകയുണ്ടായി. അത് യഹോവയുടെ കോപ ദിവസമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിൽ പറഞ്ഞ പ്രകാരം ബാബിലോൺ പട്ടണം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. വചനത്തിൽ പറഞ്ഞ പ്രകാരം നശിപ്പിക്കപ്പെടണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് അത് തീ കൊണ്ട് ദഹിപ്പിക്കപ്പെടുകയും ആ പട്ടണത്തിൽ നിന്ന് ഒരു കല്ലെടുക്കാതെയും ഒരു മനുഷ്യനും പാർക്കാതെയും സോദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടതുപോലെ നശിപ്പിക്കപ്പെടണം. അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയ പട്ടണം ലോകത്തിൽ നിന്നില്ല. എന്നാൽ അങ്ങനെ ഒരു പട്ടണം ലോകത്തിൽ ഉണ്ടാകും. അതിന്റെ സൂചന നമുക്ക്, സൂചനയല്ല, പ്രവചനം വളരെ വ്യക്തമായി സക്കറിയാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സക്കറിയ പ്രവചനം എടുക്കാം, 5-ാം അധ്യായം. നമുക്ക് ആ ഭാഗം ഇനിയുള്ള സമയം ഒന്ന് ചിന്തിച്ചു നോക്കാം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ബാബിലോൺ പട്ടണത്തോടുള്ള ബന്ധത്തിലുള്ള ആ ഭാഗം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സക്കറിയ പ്രവചനം അതിന്റെ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 11 വരെയുള്ള വാക്യം, 5 തൊട്ട് 11 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായ ഏഫ എന്നവൻ എന്നോട് പറഞ്ഞു. അത് സർവ്വദേശത്തിനുമുള്ള അവരുടെ അകൃത്യമെന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു. അവനവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, അവർ ഏഫയെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനവൻ, ശീനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിയുവാൻ പോകുന്നു, അത് തീർന്നാൽ അവിടെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. ആ വാക്യം നോക്കി. ശീനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിയുവാൻ പോകുന്നു, അത് പണിതാൽ അവളെ അവിടെ പാർപ്പിക്കും. ശീനാർ ദേശം ഏതാണ്? ഉൽപ്പത്തി 11 ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു. ശീനാർ ദേശത്താണ് ബാബേൽ പണിതത്. ശീനാർ ദേശത്ത് ബാബേൽ പണിതു. ദാനിയേൽ 1:2 വായിച്ചാലും നമുക്കറിയാം. വേണമെങ്കിൽ വായിച്ചോ. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ശീനാർ ദേശം. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ ദൈവത്തിന്റെ ആലയത്തിന്റെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ആ പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് ശീനാർ ദേശത്തോട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ശീനാർ ദേശത്ത് ബാബേൽ പണിതു. നമ്മൾ സക്കറിയാവിൽ ഇപ്പോൾ വായിച്ച 11-ാം വാക്യത്തിൽ ശീനാർ ദേശത്തൊരു വീട് പണിയുവാൻ പോകുന്നു, പണിതാൽ അവിടെ അവളെ പാർപ്പിക്കും. ഇവിടുത്തെ ഈ പ്രവചനം അല്ലെങ്കിൽ ഈ ദർശനം വ്യാഖ്യാനം ആവശ്യമാണ്. ഇത് പ്രവാചകൻ കണ്ടത് വെളിപ്പെടുത്തി, എന്നാൽ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ശീനാർ ദേശം എന്ന് പറയുന്നത് ആധുനിക ഇറാഖിന്റെ പ്രദേശത്താണ്. ചരിത്രപരമായി വളരെ പ്രാധാന്യതയുള്ള ഒരു പ്രതലമാണ്. ഇറാഖ് എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ, പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അതിപ്രധാനമായ ഒരു രാഷ്ട്രമായി, പ്രശ്നമുഖരിതമായ രാഷ്ട്രമായി തീർന്നത്? ഒന്നല്ല, സാദം ഹുസൈൻ ഭരണത്തിലേക്ക് കയറി വന്നു. അദ്ദേഹം ബാത്ത് പാർട്ടിയുടെ അധിപനായി ഭരണത്തിലേറി വന്ന് ലോകം കണ്ട ക്രൂരന്മാരിൽ ഒരു പ്രധാന ക്രൂരനായി. തന്നെ എതിർത്തവരെയൊക്കെ കൊല്ലുക മാത്രമല്ല, അടുത്തുള്ള രാജ്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചു. 8 വർഷം ഭരണമേറ്റെടുത്ത് അധികമാകുന്നതിന് മുമ്പ് 8 വർഷം സമീപ രാജ്യമായ ഇറാനുമായിട്ട് യുദ്ധം നടത്തി. ഏകദേശം
തന്റെ സൈന്യത്തിൽ 1,30,000 ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും 3,00,000 പടയാളികളെങ്കിലും വൂണ്ടഡ് ആകുകയും ചെയ്തു, മുറിവേൽക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള കണക്കുകൾ പറയുന്നത് സാദം ഹുസൈൻ ഭരണമേറ്റെടുത്തു. ഈ യുദ്ധമൊക്കെ ആരംഭിക്കുന്ന സമയം ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ $30 ബില്യൺ അധികമായി തന്റെ ഖജനാവിൽ കിടപ്പുണ്ടായിരുന്നു. $30 ബില്യൺ. കാരണം എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാഷ്ട്രമായിരുന്നു. എന്നാൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ച് 8 വർഷം കഴിയുമ്പോൾ $70 ബില്യന്റെ കടക്കാരനായി മാറി. മാത്രമല്ല, ഒസിറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രയേലിന്റെ മാർബിൽ കൊണ്ടുവന്ന് ന്യൂക്ലിയർ ബോംബ് ഇടുവാൻ $260 മില്യൺ ചെലവഴിച്ചൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കിയത് 1980 ജൂൺ 7 ഇസ്രയേലിന്റെ സൈന്യങ്ങൾ ബോംബ് ചെയ്ത് തകർത്തു. അത് കഴിഞ്ഞിട്ട് 1991 ജൂണിൽ സാദം ഹുസൈൻ കുവൈറ്റിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് സഖ്യകക്ഷികൾ യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ പുറത്തിറക്കി. 12 വർഷം UN എംബാഗോ ഇറാഖിനെതിരായിട്ട് പ്രഖ്യാപിച്ചു. 2003 വീണ്ടും ലോക സൈന്യങ്ങളിൽ പല രാഷ്ട്രങ്ങളും അവിടെ കയറി സാദം ഹുസൈനെ അറസ്റ്റ് ചെയ്യുകയും ബാത്ത് പാർട്ടിയെ തകർക്കുകയും ആ രാഷ്ട്രം ഇന്ന് അരാജകത്വമാണോ എന്താണെന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ കഴിഞ്ഞ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞൊരു 50-60 വർഷത്തിന്റെ ചരിത്രം രക്തരൂക്ഷിതമായ ഒരു ചരിത്രമായിരുന്നു. എന്നാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും സമ്പത്തുള്ള ഒരു രാഷ്ട്രമാണ്. സമ്പത്തെന്ന് പറയുമ്പോൾ നമ്മള് എണ്ണയുടെ സമ്പത്ത് മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും അധികം എണ്ണശേഖരമുള്ള ഒരു രാഷ്ട്രമെന്ന് മാത്രമല്ല, മധ്യപൂർവ്വ ദേശത്തിൽ എണ്ണ അവരെക്കാട്ടിലുള്ള സൗദി അറേബ്യയൊക്കെ ഉണ്ടെങ്കിലും മധ്യപൂർവ്വ ദേശത്തിലുള്ള ഒരു രാഷ്ട്രത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ രാഷ്ട്രത്തിനുണ്ട്. 2 ശുദ്ധജലമുള്ള നദികൾ ഒഴുകുന്ന ഒരു രാഷ്ട്രമാണ്. ടൈഗ്രീസും യൂഫ്രട്ടസും ഒഴുകുന്നു. എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഇന്ന് അവന്റെ അധികാരത്തിൽ ഇതുകൂടെ ഉൾപ്പെടുത്തിയിരുന്നു? ഈ ഇറാഖിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അവിടെ ഉണ്ടാകുവാൻ. ഞാൻ ഈ പ്രവചനം ശ്രദ്ധിക്കുന്നത് കൊണ്ട് എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, മധ്യപൂർവ്വ ദേശത്തിൽ ഡെമോക്രസിയുള്ള 2 രാഷ്ട്രമേ ഉള്ളൂ ഇപ്പോൾ. ഒന്ന് ഇസ്രയേലാണ്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും സുൽത്താൻമാരും ഭരിക്കുന്ന സമുദ്രം പോലെ കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒരു കൊച്ചു ഡെമോക്രാറ്റിക് കൺട്രി, അത് ഇസ്രയേൽ. ഇന്ന് മറ്റൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ഇറാഖ് തീർന്നിരിക്കുകയാണ്. എന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. വചനത്തെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം. അല്പം കൂടെ കഴിയുമ്പോൾ ഇസ്രയേൽ ഈ രാഷ്ട്രത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ പോവുകയാണ്. ഇസ്രയേലും ഈ ഇറാഖും, ഇന്ന് ഇറാഖ് ഏറ്റവും പെട്ട ശത്രുവാണ് ഈ ബാത്ത് പാർട്ടി. സാദം ഹുസൈൻ ഭരണമേറ്റെടുക്കുമ്പോൾ ബാത്ത് പാർട്ടിയുടെ ഉദ്ദേശം 2 ഉദ്ദേശമായിരുന്നു. പാൻ അറബ് യൂണിറ്റി, അതായത് അറബ് രാഷ്ട്രങ്ങളെ എല്ലാം ഒന്നിപ്പിച്ച് ഒരു ഭരണകർത്താവിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒന്നാക്കി കൊണ്ടുവരിക. 2, ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുക. ഇത് രണ്ടുമായിരുന്നു ബാത്ത് പാർട്ടിയുടെ പ്രധാന അജണ്ട. അത് രണ്ടും പരാജയപ്പെട്ടു കഴിഞ്ഞു. ബാത്ത് പാർട്ടിയും തീർന്നു, സാദം ഹുസൈനും തീർന്നു. ഇന്ന് രക്തരൂക്ഷിതമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നെങ്കിലും അതൊരു ജനാധിപത്യ രാഷ്ട്രമായി. വചനത്തെ പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഇസ്രയേൽ മക്കൾ ഈ പട്ടണത്തിൽ അന്ത്യകാലത്ത് വലിയ വ്യാപാരങ്ങൾ നടത്തും. ഈ പട്ടണത്തെ പണിതെടുക്കും. നമ്മൾ ഓർക്കണം, ഈ ലോക രാഷ്ട്രങ്ങൾക്ക് ഈ രാഷ്ട്രത്തെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ സാധ്യമല്ല. പല കാരണങ്ങളുണ്ട്. എന്നാൽ വചനത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം, ഇസ്രയേൽ ഈ പട്ടണത്തോട് വ്യാപാരം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. യെരമ്യാ പ്രവചനം 51 അധ്യായം എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 51 അധ്യായം. ഒരു കാലഘട്ടത്തിൽ ഇസ്രയേൽ അവിടെ പാർത്തിരുന്നവരാണ്. എന്നാൽ ഇസ്രയേലിനോട് ബദ്ധ വൈരാഗികളായി അവർ മാറിക്കഴിഞ്ഞു. ബാത്ത് പാർട്ടി വന്നതോടുകൂടെ വീണ്ടും എന്ത് സംഭവിക്കും അന്ത്യകാലത്തിൽ? യെരമ്യാ പ്രവചനം 51 6-7 വാക്യം നോക്കാം. 6-7 വാക്യം. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ തന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാരമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കൈയിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിന്റെ വീഞ്ഞു കുടിച്ചു, അവർക്ക് ഭ്രാന്ത് പിടിച്ചു. ആരോടായി പറയുന്നത്? യഹൂദനോടാ പറയുന്നത്. ബാബേലിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോണം. തന്റെ പ്രാണനെ നിങ്ങൾ രക്ഷിച്ചോണം. ഇത് യഹോവ പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസമാണ്. പീഡന കാലഘട്ടത്തിൽ ദൈവം പ്രതികാരം ചെയ്യുന്ന ദിവസത്തിൽ ഇസ്രായേലിന്റെ പ്രവാചകൻ കൊടുത്ത ആഹ്വാനമാണ്, ഓടിക്കൂ. വേണ്ട, വേറൊരു ഭാഗം എടുക്കാം. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 18 വാക്യം നോക്കിയേ. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിന്റെ 4 വാക്യം. അത് ദൈവമക്കളോടോ നമ്മോടോ ആഹ്വാനം ചെയ്തതല്ല. നമുക്ക് ആത്മീയമായ ആഹ്വാനം എടുക്കാമെന്നുള്ളതല്ലാതെ ലിറ്ററലി അത് പറഞ്ഞത് യഹൂദനോടാണ്. 4 വാക്യം നോക്കിയേ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഞാൻ കേട്ടു, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാതെയും ഇരുപ്പാൻ അവളെ വിട്ടുപോരുവിൻ. യഹൂദനോടാ പറയുന്നത്. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു. പീഡന കാലഘട്ടത്തിൽ ദൈവം ബാബിലോണെ നശിപ്പിക്കുവാൻ തുടങ്ങുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ യഹൂദനോട് ആവശ്യപ്പെടുകയാണ്, എന്റെ ജനമായുള്ളവരെ,
നീ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെ അവളെ വിട്ടുപോരുക. ഇത് തന്നെയാണ് ജെരമ്യാവ് പറഞ്ഞത്. രക്ഷപ്പെട്ട് ഓടിക്കൊള്ളാൻ ആവശ്യപ്പെടുകയാണ്. ഈ 2 വാക്യങ്ങൾ മതി. ഒരു കാര്യം മനസ്സിലാക്കാം, യഹൂദൻ ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ വ്യാപാരത്തിൽ കടന്നു വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം അത് അവിചാരിതമല്ല. ഇന്ന് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലും ദൈവിക പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ പൂർത്തീകരിക്കുവാൻ അന്ത്യത്തിന്റെ സംഭവങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. സാദം ഹുസൈൻ ഇത് പണിയുവാൻ ആരംഭിച്ച വ്യക്തിയാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തു, തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ആ പട്ടണം. ലോകരാഷ്ട്രങ്ങൾ അല്പം കൂടെ കഴിയുമ്പോൾ ഇത് സമാധാനപൂർണമായി മാറും. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ UN ഏർപ്പെടുമായിരിക്കും, ഒന്നും അറിയില്ല. ഇത് സമാധാനപൂർണമാകുകയും അവിടെ കിണറുകളിൽ നിന്ന് ധാരാളം എണ്ണയെടുക്കുകയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സമ്പത്തുള്ളൊരു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തോട് ലോകരാഷ്ട്രങ്ങൾ വ്യാപാരം ചെയ്ത് അവർ വലിയ ധനികരായി മാറുകയും ചെയ്യും. അതിന്റെ പ്രധാന കാരണം സഖറിയാവ് 5 പറഞ്ഞ കാരണമാണ്. സഖറിയാവ് 5 നമ്മൾ വായിച്ചതാണ്. 5-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ഒരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമാണ്. 5-ന്റെ 5 തൊട്ട് 11 വരെയുള്ള വാക്യം ലളിതമായി ഞാനത് ഓർപ്പിക്കട്ടെ. ഒരു ഏഫ പൊങ്ങിപ്പോകുന്ന കണ്ടു. ഏഫ എന്ന് പറയുന്നത് ഒരളവ് പാത്രമാണ്. നമ്മുടെ പറ എന്ന് പറയുന്നതിന് തുല്യമാണ്. പുറപ്പാട് ദിവസവും 16:36 വായിച്ചാൽ ഏതാണ്ട് 10 ഇടങ്ങഴിയാണ് ഒരു ഏഫ എന്ന് അവിടെ വായിക്കുന്നുണ്ട്. പുറപ്പാട് 16:36. ഈ ഏഫ വ്യാപാരത്തിന്റെ സിമ്പിളാണ്. വ്യാപാരത്തിന്റെ സിമ്പിൾ ഇത് മനസ്സിൽ വെക്കുമ്പോൾ, വ്യാപാരത്തിന്റെ സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അല്പം കൂടെ ഇതിന്റെ ചരിത്രം പുറകോട്ടൊന്ന് ഇറങ്ങിപ്പോണം. യഹൂദ രാഷ്ട്രം ദൈവത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രമാണ്. എന്നാൽ യഹൂദ രാഷ്ട്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരത്തെ ആട്ടിടയന്മാരും കൃഷിക്കാരുമായിട്ട് ഇരുപ്പാൻ ദൈവം ആഗ്രഹിച്ചു. എന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനമായി ഇരിപ്പാൻ ദൈവം ആഗ്രഹിച്ചു. അവരുടെ ഭൂമികൾ അവർ നഷ്ടപ്പെടുത്തിയാലും കടം വന്ന് നഷ്ടപ്പെട്ടാലും ജൂബിലി വർഷത്തിൽ അവർക്ക് തിരിച്ചു വരണമെന്ന് ദൈവം പ്രമാണം കൊടുത്തത് അവർ കൃഷിക്കാരും ആട്ടിടയന്മാരുമായിട്ട് ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ്. അവരെ കൊണ്ട് വലിയ വ്യാപാരികളൊന്നും ആകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. വ്യാപാരം അതിൽ തെറ്റുണ്ടായിട്ടല്ല. എന്നാൽ ലോകത്തിൽ കാണുന്ന വ്യാപാരങ്ങൾ ഏറിയതും മലിനീകരിക്കപ്പെട്ടതായി മാറിയത് ബാബിലോണിൽ നിന്നുള്ള പ്രവൃത്തിയാണ്. മതപരമായിട്ട് മാത്രമല്ല, ലോകത്തെ മലിനീകരിച്ച പ്രവണത ഉടലെടുത്തതും ബാബിലോണിൽ നിന്നാണെന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഈ യഹൂദന്മാർ ആട്ടിടയന്മാരും കൃഷിക്കാരുമായിരുന്നു. എന്നാൽ ഇന്ന് യഹൂദൻ എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കണ്ണിങ് ആയിട്ടും ഷ്രൂഡായിട്ടുമുള്ള ബിസിനസ് ആളുകളാണ്. അമേരിക്കയുടെ സമ്പത്ത് നിയന്ത്രിക്കുന്നത് യഹൂദന്മാരാണ്. അമേരിക്കയിലെ മിക്ക ബാങ്കുകളും യഹൂദന്മാരുടെ കയ്യിലാണ്. ലോകം അറിയപ്പെട്ട റോക്ക്ഫെല്ലേഴ്സ് മുതലായ ഫൈനാൻസേഴ്സ്, ഏറ്റവും വലിയ ധനികന്മാരൊക്കെ യഹൂദന്മാരാണ്. അവരുടെ കയ്യിലാണ് അമേരിക്കയുടെ സമ്പത്തിരിക്കുന്നത്. അവരെവിടെ നിന്നാണ് ഈ കൊമേഴ്സ്യലിസം, ഈ വ്യാപാരം ഇത് പഠിച്ചത്? ഇത്ര തന്ത്രശാലികളായി ഇത് പഠിച്ചത് ഇവിടെ നിന്നാണ്. 70 വർഷം ബാബേലിൽ അവർ അടിമകളായി കിടന്നപ്പോൾ, ബാബേലിൽ അവർ 1-2 തലമുറകൾ അവിടെ പാർത്തപ്പോൾ അവിടെയുള്ള വ്യാപാരത്തിന്റെ തന്ത്രങ്ങളും നോക്കുക. ഈ അശുദ്ധിയുടെ ഉത്ഭവം കുറിച്ച, മതത്തിന്റെ അശുദ്ധിയുടെ ഉത്ഭവം കുറിച്ച ബാബേലിൽ അവർ 70 വർഷം കിടന്നപ്പോൾ അവർ മറ്റു പല കാര്യങ്ങൾ കൂടെ പഠിച്ചു. അവരത് പഠിച്ചു മടങ്ങി വന്നു. അവസാന റോമാലേഖനം 2:22 വായിച്ചാലും യഹൂദനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ക്ഷേത്രം കവർച്ച ചെയ്യുന്നവൻ. റോമാലേഖനം 2:22. ക്ഷേത്രം കവർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ അതിനൊരു പശ്ചാത്തലമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ കാലഘട്ടത്തിൽ റോമാക്കാര് ഭരണം നടത്തുമ്പോൾ, നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്തപ്പോൾ ഈ റോമാക്കാരോട് ചേർന്ന് നിന്നു യഹൂദന്മാർ. എന്തിനാണെന്നറിയാമോ? അവർ പിടിച്ചെടുത്ത രാജ്യങ്ങളുടെ ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളൊക്കെ അവർ കരസ്ഥമാക്കി അവർ മറ്റാളുകൾക്ക് അത് വിറ്റ് ധാരാളം പണമുണ്ടാക്കി. ആരാണ് ഈ ചെയ്യുന്നത്? വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് പറയുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നോ? പൗലോസ് ചോദിക്കുകയാണ് ദൈവാത്മാവിനാൽ. വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞ അവൻ വ്യാപാരത്തിന്റെ കണ്ണിങ് കൊണ്ട് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ കരസ്ഥമാക്കി മറ്റുള്ളവർക്ക് വിറ്റ് അമിത ലാഭമുണ്ടാക്കിയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആ ചോദ്യം വന്നത്, വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞ നീ ക്ഷേത്രം കവർ ചെയ്യുന്നു. വളരെ വളരെ കണ്ണിങ് ആയി. നോക്കുക, ഇനി ഒരു കാലഘട്ടം വരാൻ പോകുകയാണ്. ഈ വ്യാപാരം നമ്മളിവിടെ വായിക്കുന്നു, ഏഫെ അനുകൂലമായ കാറ്റുള്ളപ്പോൾ പൊക്കിക്കൊണ്ടുപോവുകയാണ്. അനുകൂലമായ കാറ്റ്, ആ കാറ്റിന്റെ സന്ദർഭത്തിൽ പൊക്കുന്നു. ഈ ഏഫയ്ക്കകത്തൊരു സ്ത്രീയെ വെച്ചിട്ട് ഈയപ്പലക കൊണ്ട് അതിനെ അടയ്ക്കുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സീനാർ ദേശത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ദുഷ്ടതയുടെ ഉത്ഭവം കുറിച്ചത് സീനാറില. വീണ്ടും സീനാറിലോട്ട് അവളെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? അനുകൂലമായ ഒരു കാറ്റുണ്ടാകും. 2 സ്ത്രീകൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഒരു പക്ഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, സ്ട്രോക്ക്. ആ പക്ഷിയെക്കുറിച്ച് പറയുന്നത് പെരിഞ്ഞാറയുടെ ചിറകുണ്ടായിരുന്നു, അല്ലേ? പെരിഞ്ഞാറ 9-ാം വാക്യത്തിന്റെ അവസാനം അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുണ്ടായിരുന്നു. പെരിഞ്ഞാറ ഒരു അശുദ്ധ പക്ഷിയാണ്. അതിന്
ക്ലാരൻസ് ലാർക്കിൻ പറയുന്നത് പയസ് ബേർഡ് എന്ന, ഭക്തിയുള്ള പക്ഷി എന്ന. ഭക്തിയുള്ള പക്ഷി ഈ സ്ത്രീയെ അനുകൂലമായ കാറ്റുള്ളപ്പോൾ പൊക്കിക്കൊണ്ടു പോവുകയാ വ്യാപാരത്തെ അവിടോട്ട്. എന്താ ഈ അനുകൂലമായ സാഹചര്യം? നമ്മള് പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്തിക്രിസ്തു ഭരണമേറ്റെടുത്ത് ലോക സ്വച്ഛാധിപതിയായി തീരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക തകർച്ചയിലൂടെയാണ് അദ്ദേഹം ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ലോകത്തിലൊരു വലിയ സാമ്പത്തിക തകർച്ചയുണ്ട്. ആ സാമ്പത്തിക തകർച്ചയുള്ള ബന്ധത്തിൽ അന്തിക്രിസ്തുവിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പല വേദപണ്ഡിതന്മാർ, ക്ലാരൻസ് ലാർക്കിൻ മുതലായ ദൈവദാസന്മാർ പറയുന്നു, അന്തിക്രിസ്തുവിന് 3 തലസ്ഥാനം ഉണ്ടായിരിക്കും. പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗം കഴിയുമ്പോൾ 3 തലസ്ഥാനം. യെരുശലേം മതപരമായ തലസ്ഥാനം, നവോത്ഥാനം പ്രാപിക്കുന്ന റോമൻ സാമ്രാജ്യം തന്റെ രാഷ്ട്രീയ തലസ്ഥാനം. എന്നാൽ സീനാറിൽ പണിയപ്പെടുന്ന ബാബിലോൺ കൊമേഴ്സ്യൽ ഹെഡ് ഓഫീസ് ആയിരിക്കും, വ്യാപാര തലസ്ഥാനം. തനിക്ക് 3 തലസ്ഥാനം. ഒന്ന് യെരുശലേം തന്റെ മതപരമായ തലസ്ഥാനം, റോം നവോത്ഥാനം പ്രാപിക്കുന്ന റോം, റിവൈവ്ഡ് റോമൻ എംപയർ, 10 രാജ്യങ്ങളുടെ സംഘടന തന്റെ രാഷ്ട്രീയ തലസ്ഥാനം. ബാബിലോൺ, സീനാറിലെ ബാബിലോൺ വീണ്ടും പണിയപ്പെടുന്നത് കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ആയിരിക്കും. അന്തിക്രിസ്തുവിന് തന്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റലാക്കി സീനാറിനെ തീർക്കുകയാണ്. തന്റെ അനുകൂലമായ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ, കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീനതയുള്ള ഈ മനുഷ്യന്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റലാക്കി അത് തീർക്കുമ്പോൾ യഹൂദന്മാരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പ്രൊട്ടക്ഷൻ അന്തിക്രിസ്തു കൊടുക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ മതിലില്ലാതെ പാർക്കുന്ന ഒരു കാലഘട്ടം, സുരക്ഷിതമായി ജീവിക്കുന്നു. അവർ വ്യാപാരത്തിൽ ഏർപ്പെടും. അവർ ബാബിലോണുള്ള ബന്ധത്തിൽ ഇറാഖിൽ വീണ്ടും വ്യാപാരത്തിലേക്ക് ഏർപ്പെടും. വലിയ സമ്പത്ത് ലോകത്തിനുണ്ടാകും. ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ തന്നെ അനലൈസ് ചെയ്യുവാൻ, ദൈവം എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കാനായിട്ടാ. അവിടെ എന്തെല്ലാം വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നുണ്ടെന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. അവിടെ വിൽക്കപ്പെടാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം വിൽക്കുന്നു. മനുഷ്യ പ്രാണൻ വരെ വിൽക്കുന്ന ഒരു പട്ടണമായി മാറും. ആരെല്ലാം വ്യാപാരം ചെയ്യുന്നു അവരെല്ലാം സമ്പത്ത് വർദ്ധിപ്പിക്കും. അന്തിക്രിസ്തു ഭരണമുണ്ടാകുവാൻ പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പട്ടണങ്ങളുടെ അന്ത്യപ്രവചനത്തോടുള്ള ബന്ധത്തിൽ ഒരുക്കപ്പെട്ടെങ്കിലേ സാധിക്കുള്ളൂ. ഇന്ന് ഇറാഖിൽ സംഭവിക്കുന്ന സംഭവപരമായ കാര്യങ്ങൾ അവിചാരിതമല്ല. ഈ പറഞ്ഞ സക്കറിയാവ് 5-ാം അധ്യായത്തിലും വെളിപാട് ദിവസം 18-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ചലനാത്മകമായ സംഭവങ്ങളാണ് അവിടെ കാണുന്നത്. അത് ഈ പ്രവചനങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, കാലത്തിന്റെ അന്ത്യത്തിൽ യഹോവയുടെ ക്രോധ ദിവസത്തിൽ ഈ ലോകത്തിൽ കാണപ്പെടേണ്ട രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും പട്ടണങ്ങളും ഒക്കെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വീണ്ടെടുപ്പും അടുത്തു കഴിഞ്ഞു. വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിർമ്മലരായി ഭയഭക്തിയോടെ ജീവിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് അല്പമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് തുറന്നും ചിന്തിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.